നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പുറത്ത് ആർത്തലച്ച് പെയ്യുന്ന മഴ കുറേ ദിവസമായി തുള്ളിക്കൊരു കുടം കണക്കിന് നിന്ന് പെയ്യുകയാണ്. പാടവും വയലോരങ്ങളും തോടും റോഡും നിറഞ്ഞൊഴുകുകയാണ്. കാലവർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാൾ. കുട്ടനാടൻ പാടശേഖരത്തിന്റെ സമീപത്ത് തന്നെയുള്ള ഒരു ചെറുകുന്നിനോട് ചേർന്നിരിക്കുന്ന കേളപ്പം കോളനി വറുതിയുടെ നാളുകളാണ്. പാടശേഖരങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന പാവം കർഷക തൊഴിലാളികളുടെ ഇടയിൽ നിന്നും അതിലേറെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം താമസിക്കുന്ന കോളനിയാണത്. ഇത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വെറും വർഷങ്ങൾക്ക് ശേഷമുള്ള പുരോഗതി അത്ര തന്നെ അറിയാത്ത 1960കളിലെ കേരളത്തിലെ ഒരു കാലഘട്ടം. കലത്തിൽ അരി തീർന്നതിനാൽ കപ്പപ്പുഴുക്കും തേങ്ങാ ചമ്മന്തിയുമാണ് ആ വീട്ടിലെ 3 പേർക്ക് അന്നത്തെ രാത്രിയിലെ അത്താഴം കഴിച്ചതിന് ശേഷം നാരായണനും സാവിത്രിക്കുട്ടി ഉറങ്ങാൻ കിടക്കുകയാണ്. മകൾ നല്ല തങ്കയുടെ മുറിയിൽ പാട്ട് വിളക്ക് അണഞ്ഞിട്ടില്ല. കുഞ്ഞു തിരിയിട്ട് മുനിഞ്ഞ് കത്തുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് അവൾ കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നാളെയാണ് അഡ്മിഷൻ തുടങ്ങുന്നത്. നല്ല മാർക്കുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് പട്ടാമ്പി കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും പുസ്തകങ്ങൾക്കും മറ്റുമായി പണം വേണം. പുറത്ത് തണുപ്പിന് അതിജീവിക്കാനായി നാരായണൻ പുതപ്പെടുത്ത് പുതച്ചു. അതിൻ്റെ ഒരു വശം സാവിത്രിക്കുട്ടിയും എടുത്തു. തൻ്റെ തലവെട്ടമിട്ട് പുതച്ച് കിടന്നു. എൻ്റെ പൊന്ന് നാണേട്ടാ, നിങ്ങൾ ആ നമ്പീശൻ്റെ അടുത്ത് പോയിട്ട് 100 റുപ്യ അങ്ങ് കടായിട്ട് വാങ്ങിച്ചു. കുറേ നേരമായാലും ആലോചിച്ചോടെ കുത്തിരിക്കുന്നത്. എൻ്റെ സാവിത്രിക്കുട്ടി, നിനക്ക് വല്ല നിശ്ചയമുണ്ട് എത്ര കായാണ് അയാളുടെ കയ്യിൽ നിന്ന് കടം എന്ന് പറഞ്ഞു വാങ്ങിയെന്ന്? ചുമ്മാലല്ലോ, നമ്മുടെ കൊച്ചു കിടപ്പാടത്തിൻ്റെ ആധാരങ്ങളുടെ കൈവശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, വെറും 500 റുപ്യക്ക് പണയായിട്ട്. അതന്ന് കാറ്റും മഴക്കും വെറും മൺകട്ടയോ ഓലയും കൊണ്ട് പണിത് നമ്മുടെ പഴയ വീട് തകർന്നണിഞ്ഞ് വീണപ്പോൾ ഇതുപോലെ പുതിയത് കെട്ടിപ്പോക്കാൻ പിന്നെ എവിടുന്ന കാശ്? അങ്ങേരും സഹായിച്ചുകൊണ്ടല്ലേ. ഭാഗ്യം കൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന എൻ്റെയും നിൻ്റെയും നമ്മുടെ നല്ല തങ്കമോളുടെയും മേലേക്ക് വീഴാണ്ടിരുന്ന് പുര കെട്ടിയിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് നമ്മുടെ മോളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനായല്ലോ. ഈ കേളപ്പൻ കോളനിയിൽ ആരാ 12ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളൂ? നമ്മുടെ നല്ല തങ്ക മകളല്ലാതെ. അതുകൊണ്ടാ പറഞ്ഞ്, ഇനി ഉന്നത പഠനമായ ഡിഗ്രി പഠിക്കാനായി അവളെ പട്ടണത്തിലെ കോളേജിൽ അയക്കണമെങ്കിൽ കാശ് വേണ്ടേ? അയാളോട് പറ ഇത്രയെങ്കിലും തന്നെ സഹായിക്കാൻ. ഏതായാലും വസ്തുവിൻ്റെ പ്രമാണം അയാളുടെ കയ്യിലല്ലേ ഉള്ളു. ഞാൻ നോക്കട്ടെ സാവിത്രിക്കുട്ടി, നീ ഒന്ന് സമാധാനപ്പെടുക. അതും പറഞ്ഞ് നാരായണൻ കുളിരി കോരിയൊന്ന് വിറച്ചു. തൻ്റെ ഓടുമേഞ്ഞ വീണുള്ളിൽ പൊതിഞ്ഞ കൊടും തണുപ്പ് പുതപ്പിനെ വകവെക്കാതെ ഉള്ളിലേക്ക് അരിച്ചു വരുന്നറിഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കാൻ ശ്രമിച്ചു. അതുകണ്ട് സാവിത്രിക്കുട്ടിക്ക് സങ്കടം തോന്നി. ഇനി സാവിത്രിക്കുട്ടിയുടെ നിറഞ്ഞ മാറിന് മാത്രമേ നാരായണേട്ടൻ്റെ വിറ നിർത്താൻ കഴിയുള്ളൂ എന്നുകൊണ്ട് അവൾ അയാളെ തന്നിലേക്ക് ചേർത്തു. പിറ്റേന്ന് മഴക്കൽപ്പം ശമനമുണ്ടായി. സൂര്യന്റെ പ്രകാശം പതുക്കെ ഉദിച്ചു വരുന്ന കണ്ടപ്പോൾ മരവും മണ്ണും പതുക്കെ കണ്ണുമിഴിച്ചു. വെറും കട്ടൻ ചായ എടുത്ത് കുടിച്ച ശേഷം നാരായണൻ നമ്പീശന്റെ മാളിക ലക്ഷ്യമാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. സ്വന്തം മകളെ പഠിപ്പിക്കാനായി യഥാർത്ഥ അച്ഛൻ്റെ അടുത്തേക്ക് കാശിന് പോകുന്ന നാരായണേട്ടനെ നോക്കി സാവിത്രിക്കുട്ടി നെടുവീർപ്പെട്ടു. എന്തിനാണു തനിക്കിപ്പോൾ ഇത്രയും പണമൊക്കെ? രാവിലത്തെ പ്രാതലിന് ശേഷം കിളിവാലം വീട്ടിലെ കയ്യിലെടുത്ത് അതിൽ പറ്റിയിരിക്കുന്ന വെള്ളം കൈവെള്ളിൽ തുടച്ച് ഞൊട്ടും വാലും നുള്ളിക്കളഞ്ഞ് ചുണ്ണാമ്പ് ഉരട്ടി അണപ്പല്ലിൻ്റെ ഇടയിലേക്ക് താഴ്ത്തുന്നതിനിടയിൽ നാട്ടുപ്രമാണിയായ നമ്പീശൻ ചോദിച്ചു, തമ്പുരാനെ, നല്ല തങ്കക്കുട്ടിക്ക് പട്ടണത്തിൽ അധികൃതരുടെ കോളേജിൽ പഠിക്കാനായിട്ട് ഒരു സീറ്റ് തരായിട്ടുണ്ടേ. അവളെ കോളേജ് ചേർത്ത് പഠിപ്പിക്കാനുള്ള ത്രാണിയും നടിയനില്ലാതെ തമ്പുരാൻ അറിയാലോ. എൻ്റെ പുരയുടെ ആധാരം അവിടുത്തെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് ആ വകയിൽ അല്പം പണം കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അത് ചോദിക്കാനാണ് ഞാൻ വന്ന്. അതിന് സൂചി കുത്താൻ പോകുന്ന എൻ്റെ കിടപ്പാടത്തിന് എത്രയാണ് അപ്പം മുതൽ വരിക? 500 റുപ്യ വാങ്ങിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർന്ന് 1000 റുപ്യയുടെ അടുത്തായി. ഞാൻ അങ്ങോട്ട് വന്നത് എൻ്റെ പേർക്ക് ആധാരാക്കി തരാൻ വേണ്ടി നിന്നോട് പറയാതിരിക്കുകയായിരുന്നു. അതിന് തയ്യാറായില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അവിടുന്ന് നിന്നെയും കുടുംബത്തെ ഇറക്കിവിടാതിരിക്കുകയായിരുന്നു. അയ്യോ നമ്പീശൻ തമ്പ്രാൻ, ചതിക്കല്ലേ. നിങ്ങൾ തന്ന പൈസ മൊത്തം കൊണ്ട് ഞാൻ ആ വീട് പുതുതായിട്ട് പണിതു. ആ വഴി തന്നെ പൈസ ചെലവായി. ഞങ്ങൾക്ക് ഇത്തിരി സമയം തരണം. അതിനുള്ളിൽ അങ്ങയുടെ കടം വീട്ടും. ഇപ്പം എന്തെങ്കിലും തരണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താണോ എനിക്ക് ലാഭം? നമ്പീശൻ ധിക്കാരത്തോടെ ചോദിച്ചു. അത് പിന്നെ തമ്പ്രാൻ എന്ന് പറഞ്ഞ് നാരായണൻ തലയൊറിഞ്ഞ് നിന്നു. നമ്പീശൻ അങ്ങനെയാണ്. താൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് മുതലും പലിശയുടെ പലിശയും വാങ്ങിയിട്ട് അടങ്ങിയുള്ളൂ. എന്താണോ മിണ്ടാത്തത്? പഴയതൊക്കെ മറന്നോ? ഇല്ല തമ്പ്രാനെ. അയ്യോ, അതുപോലെ സംഭവിക്കില്ല. ഒരു നടുക്കത്തോടെ നാരായണന്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നു. തന്നെയും സാവിത്രിക്കുട്ടിയുടെയും കല്യാണ സമയത്ത് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റു വിവാഹ ചെലവുകൾക്കുമായി 50 റുപ്യ സഹായിച്ച വകയിൽ വിവാഹശേഷം തന്റെ കുറേ രാത്രികൾ വരാന്തയിലാക്കിയത് ഇയാളുടെ തന്റെ വീട്ടിലേക്കുള്ള രാത്രിയുള്ള വരവാണ്. ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ആ കാലഘട്ടമാണല്ലോ. നാരായണൻ അത് ഓർക്കുകയാണ് നമ്പീശന് മനസ്സിലായി. അതുകണ്ട് ഊറി ചിരിച്ചുകൊണ്ട് നമ്പീശന് ഓർത്തു, സാവിത്രിയെ കല്യാണം കഴിക്കേണ്ട ചെലവിലാക്കിയ ഈ ശപ്പന് 50 റുപ്യ കൊടുത്തിട്ട് ഞാനത് മുതലാക്കിയത് അവൻ്റെ കുടിയിൽ ചെന്ന് അവൻ്റെ പെണ്ണായ സാവിത്രിക്കുട്ടിയായിട്ട് ഒരു രഹസ്യബന്ധം ഉണ്ടാക്കിയ. ഇപ്പോഴാണെങ്കിൽ അതേ രൂപത്തിൽ ഇവൻ്റെ മകൾ നല്ല തങ്ക വളർന്നു വന്നിരിക്കുന്നു. അവളെ ഈ രുചി നോക്കണം എന്നുള്ള ആഗ്രഹം അയാളിൽ പെട്ടെന്ന് വളർന്നു. അയാളുടെ അകത്ത് നിന്ന് പണപ്പെട്ടിയിൽ നിന്നും പണം എടുത്തുകൊണ്ട് വന്ന് നാരായണന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു,
ഇതാ കാശ്, 100 ഉറുപ്പ്യുണ്ട്. നാണു, ഇപ്പം നിന്റെ കിടപ്പാടത്തിന്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടെന്നല്ലാതെ ഞാൻ കാശ് എന്നതിന് യാതൊരു രേഖയുമില്ല. നിങ്ങൾ 3 പേര് അവകാശികളുള്ള ആ പ്രമാണം കൊണ്ട് എനിക്കൊരു കാര്യമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം കാശ് കൊണ്ടുവരാം. എൻ്റെ കയ്യിൽ ആ പ്രമാണം ഉണ്ടെന്ന രേഖയിൽ 3 പേര് ഒപ്പിട്ട് തരണം. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അത് സമ്മതിച്ചാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. ആ വസ്തുവെല്ലാം നിങ്ങളുടെ പേർക്ക് തന്നെ വരും. എൻ്റെ വകയായിട്ട് 5 ഏക്കർ പാടവും തരാം. ഏനൊന്നും മനസ്സിലായില്ല തമ്പ്രാൻ. എന്തായാലും അങ്ങ് നാളെ വരുമല്ലോ. മകളുടെ കോളേജ് പുസ്തകങ്ങളും മറ്റു വസ്ത്രങ്ങളും വാങ്ങിക്കേണ്ട ചെലവിലേക്ക് കിട്ടിയ കാശുമായി നാരായണൻ വീട്ടിലേക്ക് നടന്നു. ഭർത്താവും കാശുമായി വന്നപ്പോൾ സാവിത്രിക്കുട്ടിക്ക് സന്തോഷമായി. മകളുടെ പഠനം നടക്കുമല്ലോ. കിട്ടിയ കാശുകൊണ്ട് നാരായണൻ മകൾക്ക് പഠനത്തിന് വേണ്ടുന്ന പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് അവൾ കോളേജിലേക്ക് യാത്രയാക്കി. മകൾ നല്ല തങ്ക പതിവായി കോളേജിൽ പോകാൻ തുടങ്ങി. ഇടയ്ക്കിടെ നാരായണനും പാടത്ത് ജോലി ഉണ്ടാവും. ഒരു ദിവസം നാരായണൻ വീട്ടിലില്ലാത്ത സമയത്ത് നമ്പീശൻ കയറി വന്നു. സാവിത്രിക്കുട്ടി അയാളെ സ്വീകരിച്ചിരുത്തി. ഇപ്പൊ കുറെ നാളായുള്ള തമ്പുരാനെ ഈ വഴിക്കൊന്നും വരാതെ. സാവിത്രിക്കുട്ടി ഒരു പരിഭവം പോലെ പറഞ്ഞു. അതെ ഈ സാവിത്രിക്കുട്ടി, അകത്തുള്ള വാരിച്ചാർക്ക് ഇത്തിരി സംശയം ഉണ്ടായപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. പാടത്തിന്റെ അപ്പുറം ഇപ്പുറം ആണെങ്കിൽ എൻ്റെ തറവാടി നോക്കിയാൽ നിന്റെ ഈ കുടി കാണുമല്ലോ. ഞാൻ ഇങ്ങോട്ട് പകലൊന്നും കയറി വരാൻ തരല്ലാതായി. ആദ്യകാലത്ത് ആ പൈസ മുതലാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ട് വരുന്നോണ്ടാന്ന് വാരിച്ചാർക്ക് സംശയം ഉണ്ടായില്ല. പിന്നീട് നാട്ടുകാരോ പറഞ്ഞവരറിഞ്ഞു, ബഹളം കൂട്ടി തുടങ്ങി. അതാ പിന്നെ ഈ വഴി വരാത്തത്. എന്നാലും ഞാൻ നാണുവിനെ പല ആവശ്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനത്തിൽ കുട്ടിയോർത്താണെന്ന് അറിയാലോ. അറിയാൻ തമ്പുരാൻ. കഴിഞ്ഞ മാസം സുഖമില്ലാതായിന്ന് കേട്ടല്ലോ. കേട്ടത് ശരിയാ. അവൾക്ക് വാദമാ, പച്ചവാദം. ഏതായാലും ഇപ്പം അവളുടെ ശല്യമല്ല. വാതരോഗം പിടിച്ചിറങ്ങാൻ പറ്റാത്ത തറവാട്ടറയിൽ കിടപ്പില്ല. വൈദ്യര് വന്ന് സദാസമയം എണ്ണയും കുഴമ്പ് ഒഴിച്ചിലൊക്കെയായിട്ട് ശുശ്രൂഷിച്ചു പോകുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല. അങ്ങനെ ഈ മാസം നനിച്ചു കഴിയവേ ഞാൻ നിന്നോർത്ത്. ആണോ തമ്പ്ര, എന്നേക്ക് ഓർക്കുന്നുണ്ടോ? അതും പറഞ്ഞ സാവിത്രിക്കുട്ടി വശ്യമായി ചിരിച്ചു. അത് കണ്ട നമ്പീശൻ വിശ്വാസനായി എഴുന്നേറ്റ് അവളുടെ കരം ഗ്രഹിച്ച് അകത്തേക്ക് പോയി. സമയം കടന്നുപോയി. നല്ല തങ്ക പഠിക്കാൻ കേമിയാണല്ലേ. അകത്തറയിൽ നിലത്തി പിടിച്ച പായിൽ നമ്പീശന്റെ കരവലത്തിൽ ആകെ തളർന്നമർന്ന് കിടക്കുന്ന സാവിത്രിക്കുട്ടിയുടെ മുഖം നോക്കി അയാൾ ചോദിച്ചു. പിന്നിലാണ്ട് അവൾ ഉഷാറാണ് പഠനത്തിൽ. നാണുവിട്ട് വരാൻ സമയമായി. അതും പറഞ്ഞ അവൾ അയാളുടെ സമീപത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മേൽമുണ്ട് നേരെ ധരിച്ച് അയാൾ പുറത്ത് കസേര വന്നിരുന്നു. സാവിത്രിക്കുട്ടി, നിന്റെ ഭർത്താവ് നാണു ഈ പുരമണിയെ വാങ്ങിച്ച കാശിന് പകരമായിട്ട് ഇതിന്റെ ആധാരന്റെ കൈവശമുള്ള കാര്യം നിനക്കറിയാലോ. വാങ്ങിയ കാശിന്റെ പലിശ മുതൽ നാണിതുവരെ തന്നിട്ടില്ല. അതൊക്കെ കൂട്ടി നോക്കിയപ്പോൾ ഈ വീടും കിടപ്പാടും എൻ്റെ സ്വന്തമാവുന്ന രീതിയില്ല. നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിലും എനിക്ക് നിന്നോടുള്ള പ്രിയത്തിന്റെ പേരിലും ഞാനതൊക്കെ മടക്കിത്തരാം. പക്ഷേ നിന്റെ മകള് നല്ല തങ്കി എനിക്ക് കല്യാണം കഴിച്ചു തരണം. അതുവഴി ഞാൻ നിന്റെ മോളുടെയും നിന്റെ സ്വന്തമാവും. എൻ്റെ സ്വത്തും സമ്പാദിക്കാൻ നിനക്കതുവഴി അനുഭവിക്കാൻ പറ്റും. അയ്യോ തമ്പുരാനെ, എന്താ ഈ പറയുന്നത്? ഇതൊരിക്കലും നടക്കാൻ പാടില്ല. എനിക്ക് ഭ്രാന്താവുന്നു കേൾക്കുമ്പോൾ. സാവിത്രിക്കുട്ടി അറിയാതെ പറഞ്ഞുപോയി. എനിക്ക് തണ്ടും തടിയില്ലേ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കും സാവിത്രി. പിന്നെ നിന്നെയും. നമ്പീശൻ തമ്പുരാൻ മുട്ടുമ്പോൾ നാണുമായിട്ട് അറിഞ്ഞു അറിയാതെയും എന്നെ പ്രാപിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. എൻ്റെ ശരീരം ഞാൻ ഇഷ്ടത്തോടെ നൽകുന്നുണ്ടല്ലോ, അത് മതി. എൻ്റെ പൊന്നുമകൾ നല്ല തങ്കിയെ അത് നിങ്ങൾ മോഹിക്കണ്ട. ഇപ്പം എന്നോട് ആവശ്യപ്പെട്ട ദൈവങ്ങൾക്ക് നിരക്കാത്ത. മാത്രമല്ല തമ്പുരാനെ, ഇത് പ്രകൃതിക്കെതിരെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അത് കേട്ട് നമ്പീശന് ദേഷ്യം വന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ തെളിച്ചു പറ, അല്ലെങ്കിൽ അവളെ കെട്ടിച്ച. പിന്നെ നിന്റെ ഈ കൊലത്തിൽ ആരാ ഉള്ളു? കളക്ടർ വരും അവളെ കെട്ടാൻ. അതിനാണോ കടം വാങ്ങിയിട്ട് അവളെ പഠിപ്പിക്കുന്നത്? അപ്പോഴേയും കോളേജിൽ പോയ മകൾ കടന്നു വന്നു. എന്താ മോളിൽ നിന്ന് നേരത്തെ? നമ്പീശനോട് എന്തോ ദേഷ്യത്തോടെ പറയാമെന്ന സാവിത്രിക്കുട്ടി അവളുടെ ദേഷ്യം അടക്കി മകളോട് ചോദിച്ചു. അമ്മ, ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു. അവൾ കസേരയിലിരിക്കും തമ്പുരാനെ വകവെക്കാതെ അകത്ത് കയറി. മോളെ, തമ്പുരാനെ കണ്ടില്ലേ? ആ കണ്ടു. അച്ഛനില്ലായിരിക്കും എന്തിനാ അയാൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? അത് മോളെ, നമുക്ക് കാശൊക്കെ തന്ന് സഹായിക്കുന്ന ഈ തമ്പുരാനാ. ആണോ? അതിന് ഞാനെന്ത് വേണം? നല്ല തങ്ക തന്നെ അപമാനിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. നാട്ടുപ്രമാണിയായ അയാൾക്ക് ആ അപമാനം സഹിച്ചില്ല. സാവിത്രിക്കുട്ടി, ഞാനിപ്പോ പോകുന്നു. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് പെണ്ണുങ്ങൾ തറുതല പറയുന്നു, അഹമ്മതി കാണിക്കുന്നു, മണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആകെ നേരാവണ്ണം നീ നിന്റെ മകളോട് അവതരിപ്പിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. അതിൽ പറയാനൊന്നുമില്ല തമ്പുര, അത് നടക്കില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് നീ എന്താടി എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? ഇത്രയും കാലം തൊട്ട് സ്നേഹത്തോടെ പെരുമാറിയ സാവിത്രിക്കുട്ടിയിലെ പൊടുന്നനെയുള്ള മാറ്റം നമ്പീശനേറെ ചൊടിപ്പിച്ചു. അതും പറഞ്ഞ അയാൾ തോളിലിരിക്കുന്ന മേൽമുണ്ടെടുത്ത് ശക്തിയായി കുടഞ്ഞ് വീണ്ടും തോളിൽ വലിച്ചിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റ് നടന്നു. നല്ല തങ്കയെ കെട്ടാനുള്ള നമ്പീശൻ തമ്പുരാന്റെ താല്പര്യം സാവിത്രിക്കുട്ടിയുടെ അവസരം കിട്ടിയപ്പോൾ ഭർത്താവ് നാരായണനോട് സാവകാശം പറഞ്ഞു. ഒരിക്കലും ഞാനിതിന് അനുവദിക്കില്ല, നാരായണൻ തീർത്തു പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞു അയാളോട്. കടം കാരണം ഇതൊക്കെ അയാൾക്ക് നൽകേണ്ടി വന്നാലും ശരി, നല്ല തങ്കി അയാൾക്ക് കൊടുക്കില്ല. അവർ രണ്ടുപേരും തീരുമാനിച്ചുറപ്പിച്ചു.
അന്ന് ദിവസം ഞായറാഴ്ചയായിരുന്നു. നാരായണനും സാവിത്രിക്കുട്ടി ഏതോ ബന്ധുഗ്രഹത്തിൽ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അന്ന് വീട്ടിൽ നല്ല തങ്ക തനിച്ചായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ നമ്പീഷൻ സാവിത്രിക്കുട്ടിയും നാരായണനെയും കാണാൻ അങ്ങോട്ട് തിരിച്ചു. വീട്ടുമുറ്റത്ത് ആരെയും കാണുന്നില്ല. സാവിത്രിക്കുട്ടിയും നാണു എവിടെ പോയി? വാതിലടച്ചിട്ടില്ല. അയാൾ വീടിനകത്തേക്ക് കയറി. ആരെയും കാണുന്നില്ല. അകത്തെ മുറിയിലേക്ക് എത്തി നോക്കി. ഭക്ഷണം കഴിഞ്ഞ് മറന്നിടന്നുറങ്ങുന്ന നല്ല തങ്കയെ അയാൾ കണ്ടു. സാവിത്രിക്കുട്ടിയുടെ തനി പകർപ്പ്. അവളെ അങ്ങനെ കണ്ടപ്പോൾ അയാൾക്കുള്ളിലെ വിടനുണർന്നു. ഏതായാലും താനിവളെ കല്യാണം കഴിക്കുന്നത് സാവിത്രിക്കുട്ടിക്ക് ഇഷ്ടമല്ല. അതവൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതായാലും തങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് കയ്യൂക്കുള്ളവൻ എന്തോ എന്നുള്ള അയാളുടെ ഉള്ളിലുള്ള മൃഗവാക്യം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു. ഉച്ചമയക്കത്തിലായ നല്ല തങ്കയെ കീഴ്പ്പെടുത്തി തന്റെ കാര്യം നേടാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു. ഈ സമയം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന നാരായണനും സാവിത്രിക്കുട്ടിയും ഗ്രാമത്തിലെ കവലയിൽ ബസ് ഇറങ്ങി വരികയായിരുന്നു. സാവിത്രിക്കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനൊരു ചങ്ങാതി കണ്ടുവരാം എന്ന് പറഞ്ഞ് നാരായണൻ വീട്ടുവഴിക്കെത്തിയപ്പോൾ വേറൊരു വഴിക്ക് തിരിഞ്ഞടന്നു. വീട്ടിലെത്തിയ സാവിത്രിക്കുട്ടി മകളുടെ അലച്ച കേട്ടാണ് അകത്തേക്ക് കയറി ചെന്ന്. തന്റെ മകൾ നല്ല തങ്കയെ കിടക്കപ്പായിൽ ആക്രമിക്കുന്ന അംബീഷനെ അവൾ കണ്ടു. ഞൊടിയിടയിൽ കൊടുങ്കാറ്റ് പോലെ ചെന്ന് പുറത്തെ കോലായിൽ ചാരി വെച്ചിരിക്കുന്ന മഴുവെടുത്ത് കൊണ്ടുവന്നവൾ അയാളുടെ കഴുത്തിന് വെട്ടി. അയ്യോ അമ്മേ! നമ്പീശൻ അലറി വിളിച്ചുപോയി. സാവിത്രിക്കുട്ടി മഴു മുകളിലേക്ക് ഉയർത്തി വീണ്ടും വീണ്ടും ആഞ്ഞു വെട്ടി. കഴുത്തിനേറ്റ മുറിവോടെ മരണപ്രാളത്തോടെ നമ്പീശൻ സാവിത്രിക്കുട്ടിയെ നോക്കി. എടാ കാലമാടാ, അത് നിന്റെ മകളാ എന്നും പറഞ്ഞ് സമഹാരുദ്രയെ പോലെ നിൽക്കുന്ന സാവിത്രിക്കുട്ടിയെ ഒരു നിമിഷം അയാൾ അടയുന്ന കണ്ണുകൾ ഉയർത്തി നോക്കി. അങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് തന്നെ അയാൾ ചത്തു വീണു. ഞാൻ നടപ്പിലാക്കിയത് പ്രകൃതിയുടെ നീതിയാ. ഓടിക്കൂടിയ എല്ലാവരോടും അവർ അത് പറഞ്ഞുകൊണ്ടിരുന്നു. വന്നുകൂടിയ ഒരാളിൽ നാരായണനും ഉണ്ടായിരുന്നു. സാവിത്രിക്കുട്ടി പറയുന്ന അയാളും കേട്ടു. സംഭവത്തിന്റെ ആഘാതം താങ്ങാനാവാതെ വേദനയോടെ അയാൾ ഒരു മൂലയിൽ കുത്തിയിരുന്ന് കരഞ്ഞു. അയാളെ കെട്ടിപ്പിടിച്ച മകൾ നല്ല തങ്കയും മലമുറയിട്ട് കരഞ്ഞു. കൈവിലം കണിഞ്ഞ് പോലീസ് വണ്ടിയിൽ പോകുന്ന സാവിത്രിയുടെ മുഖത്ത് നല്ല ശാന്തതയുണ്ടായിരുന്നു. തന്റെ മകളുടെ ജീവിതം സുതാര്യമാക്കിയ ശാന്തത.